മലപ്പുറം പാങ്കിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെയെന്ന് ആരോപണം. ആരോഗ്യവകുപ്പും പോലീസും പരിശോധിക്കുകയാണ് ഈ വിഷയം. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ മകൻ യസൻ അർഹനാണ് മരിച്ചത്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ തന്നെ മലപ്പുറത്ത് നിന്നും ചില വാർത്തകൾ മുമ്പ് തന്നെ വന്നതാണ്. ഒരു വീട്ടിൽ നടന്ന പ്രസവവും ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന ജാഗ്രതയൊക്കെ പൊതുവിൽ പങ്കുവെച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇക്കാര്യത്തിൽ ഇത് വീട്ടിൽ വച്ച് നടന്ന പ്രസവമാണെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് തുടർ ചികിത്സ ലഭിക്കാതെ പോയതാണോ സംഭവിച്ചത്? സജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹിറ അറീറ എന്ന ഈ യുവതി നേരത്തെ തന്നെ ഇത്തരം ശാസ്ത്രീയ ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ഫേസ്ബുക്കിൽ തന്നെ അവരൊരിക്കൽ ഇത് കുറിച്ചിട്ടുമുണ്ട്. ഈ കുട്ടി ഉണ്ടായ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് അവർ ആശുപത്രിയിൽ പോകാതെ വൈദ്യശാസ്ത്രത്തിന് സഹായമില്ലാതെ ഈ ഇത്തരത്തിൽ ഒരു പ്രസവം നടത്തി എന്നത് വളരെ അഭിമാനത്തോടെ അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അത് 2024 ഏപ്രിൽ 19 അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ അത് കുറിച്ചിട്ടിരുന്നു. അതിനുശേഷം ഒരു തരത്തിലും അവർ വാക്സിനേഷൻ എടുക്കുകയോ അതുപോലെ ശാസ്ത്രീയമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ നൽകുകയോ അത്തരത്തിലുള്ള പരിചരണം നൽകുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം അവരെ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടിക്ക് മഞ്ഞപ്പിത്തബാധ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അതുപോലെ ആരോഗ്യ പ്രവർത്തകരെയൊക്കെ സംസാരിച്ചപ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പിത്തബാധ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് വേണ്ട ചികിത്സകൾ നൽകിയിരുന്നില്ല. അതാണ് ഈ ഒരു അപകടത്തിലേക്ക് മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന് പരാതിയും ലഭിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം ഇതിൽ ദുരൂഹതകളുണ്ട്, ഈ കുട്ടി ചികിത്സ കിട്ടാതെയാണ് മരിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നതോടെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കുട്ടി മഞ്ഞപ്പിത്ത ബാധിതനായിട്ടാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചികിത്സ പരിചരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ നരഹത്യ വകുപ്പ് വരെ ചുമത്താൻ കഴിയുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ പോലീസ് തന്നെ കാണുന്നത്. കാരണം ഒരു ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത മുൻപിലുണ്ടായിട്ടും അതിനെ ഉപയോഗിക്കാതിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും അത് നരഹത്യയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്ന നിഗമനമാണ് നിയമജ്ഞർക്കുള്ളത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് തന്നെയാകും ഈ കുട്ടി ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായാൽ ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം 4 മാസം മുൻപ് പെരുമ്പാവൂർ സ്വദേശിനിയായ ഒരു യുവതി മലപ്പുറത്ത് പ്രസവത്തിനിടെ മരിച്ച സംഭവം. ആ ഒരു സംഭവത്തിന് തുടർന്ന് വീട്ടിലെ പ്രസവവും വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെടുകയും അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ സംഭവങ്ങൾക്കൊക്കെ വലിയ തോതിൽ പിന്തുണ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ഈ ഹിറ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് ഈ വീട്ടിലെ പ്രസവത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാവുകയും അത്തരത്തിൽ ഒരു സംഗമം തന്നെ നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും ശാസ്ത്രീയ ചികിത്സകളെയൊക്കെ നിഷേധിക്കുകയും അല്ലെങ്കിൽ അതിൽ അശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ മറ്റുള്ളവർക്ക് പിന്തുടരാൻ പ്രേരണ നൽകുകയും ചെയ്യുന്ന തരത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ പോസ്റ്റുകളൊക്കെ വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അതീവ ഗുരുതരമായിട്ട് തന്നെ വേണം കാണുവാൻ. സജിത്ത്. ഈ അനുമോദ്, ഇക്കാര്യത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്ന പ്രതികരണം ഈ കുടുംബത്തിൻ്റെ ഈ ദമ്പതികളുടെ പ്രവർത്തനങ്ങളാണ്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ ചികിത്സകളെ, ആധുനിക ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാതെ പകരം അക്യുപഞ്ചർ അടക്കമുള്ള ചികിത്സാ രീതികൾ അല്ലെങ്കിൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള പഴഞ്ചനായ പുതിയ കാലത്ത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടല്ലാത്ത ചികിത്സാ രീതികളും ശൈലികളും വെച്ച് പുലർത്തുന്നവരാണ് എന്ന് അവർ കഴിഞ്ഞകാല ഇടപെടലുകളിൽ വ്യക്തമാണ്. ഇപ്പോൾ വരുന്ന പല പോസ്റ്റുകളിൽ നിന്നും അവരുടെ ഇത് പലരും അവരെ വാൺ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇത് സംഭവിച്ചു എന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു കുട്ടിക്ക് ചികിത്സ നൽകാതെ പകരം പാരമ്പര്യവാദവുമായി മുന്നോട്ട് പോയതാവാം അപകടത്തിന് ഇടവെച്ചത്. ഇതിൽ
ഈ കുടുംബത്തിൻ്റെയോ ഈ ദമ്പതികളുടെ അവരുടെ ആരുടെങ്കിലും ഒരു പ്രതികരണത്തിനോ അങ്ങനെ ഒരു വിശദീകരണത്തിന് ഇതുവരെ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായിട്ട് കുടുംബം ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചവരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന തരത്തിൽ ഇത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യം എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ബന്ധു കൂടിയാണ് ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ. അവരും പോലും ഈ ഫോണിൽ ഇക്കാര്യത്തുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അവരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളോട് കൂടി അവരുടെ പ്രതികരണം തേടുവാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ഈ വിഷയമുണ്ടായ സാഹചര്യത്തിൽ നേരിട്ടവരുടെ പ്രതികരണത്തിന് ഇന്നലെ സാധ്യത കുറവായിരുന്നു. കാരണം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏറെ ദുഃഖത്തിലായിരുന്നു കുടുംബം എന്നുള്ളതിന് നേരിട്ടുള്ള പ്രതികരണ സാധ്യത ഇന്നലെ ലഭിച്ചിട്ടില്ല. പക്ഷെ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ, അവരുടെ ഏറ്റവും അടുത്ത ആളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ നടപടികളെല്ലാം എന്താണെന്ന് അറിയട്ടെ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ പ്രമുഖ അക്യുപഞ്ചർ ചികിത്സാ രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഈ ഹിറ അറീറ. അവർ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, അതായത് പ്രകൃതിയാലുള്ള പ്രസവ രീതികളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഇത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. ആരോഗ്യവകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയതാണ്. മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ അത്തരം പരിശോധന ഉണ്ടായിട്ടുള്ളതാണ്. അനുമതി, ഒരു കാര്യം കൂടി, ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അപ്പുറം ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്റ്റുള്ള പരിശോധനയും മറ്റും ഉണ്ടാവുന്നുണ്ടോ? കാരണം ഇതൊരു സാമൂഹ്യ വെല്ലുവിളി കൂടിയാണല്ലോ, ചികിത്സാ രീതികൾക്കുള്ള വെല്ലുവിളി കൂടിയാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇക്കാര്യത്തിൽ ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ? ഇക്കാര്യത്തിൽ DMOയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം നേരത്തെ തന്നെ വീടുകൾക്കുള്ളിൽ ഇത്തരം നടക്കുന്ന ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ അവർ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത്, നേരിട്ട് ഇതിൽ ഇടപെടുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത അതിൽ ആ മരണത്തിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കാത്തിരിക്കുന്നത്. ഇവർക്ക് ആരോഗ്യവകുപ്പിന് നേരിട്ട് പരാതിയും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ചികിത്സ നൽകാത്തതിൻ്റെ സാഹചര്യവും അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നതിൻ്റെ സാഹചര്യവും മുൻനിർത്തി ആരോഗ്യവകുപ്പിന് മുമ്പിൽ ഒരു പരാതിയും ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഇതിൽ തുടർ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, അനുമോദ്.